നമ്മൾ ഈ ദശാംശ സംഖ്യകളെയൊക്കെ ഒന്ന് കൂട്ടി നോക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 10.234 പ്ലസ് 0.54 പ്ലസ് 122.6 പ്ലസ് 18.47. ഈ സംഖ്യകളെ എല്ലാം കൂടി നമുക്കൊന്ന് എഴുതി കൂട്ടാം. അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 10.234. ഓക്കെ. രണ്ടാമത്തെ സംഖ്യ 0.54. അപ്പോൾ ഈ പോയിൻ്റ് നമ്മൾ നേരെ നേരെ ഇടുക. 5-4 പോയിൻ്റ് കഴിഞ്ഞാണ് 5-4 വരുന്നത്. അത് എഴുതുക. ഇവിടെ 122.6 പോയിൻ്റ് ഉറപ്പായിട്ട് നമ്മളിവിടെ എഴുതണം. നേരെ നേരെ എഴുതണം. 122, അതായത് 122. ഓക്കെ. 6 എഴുതി. ഇനി അവിടെ എന്താണ് അവശേഷിക്കുന്നത്? 18.47. ഇവിടെ പോയിൻ്റ് നമ്മളിവിടെ എഴുതണം. 18.47. ഓക്കെ ആണല്ലോ. then ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 0 ഒക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിന് കാര്യങ്ങൾ ഇത് കണ്ടത് 4-7 ഇവിടെയാണ് 7 വരിക കേട്ടോ. സോറി, ഇവിടെയാണ് 7 വരിക. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് വേണം ഒരു 0 ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് കൂട്ടിയാലോ 4ഉം എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഞാൻ ചുവപ്പ് വേണമെന്ന് എഴുതാം. കൂട്ടിയാൽ ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 3ഉം 4ഉം 7, 7ഉം 7ഉം 14 എന്ന് കിട്ടും. ശിഷ്ടം 1 നമ്മളിവിടെ എഴുതി. 1ഉം 2ഉം 3, 5ഉം 8, 6ഉം 14, 4ഉം 18 എന്ന് കിട്ടി. 8 എഴുതി. ഇവിടെ ഒരു ശിഷ്ടം ഇവിടെ വരുന്നുണ്ട്. പിന്നെ 1, 2, 3, 8ഉം 11 കിട്ടിയാൽ 1 എഴുതി. ശിഷ്ടം 1 ഉണ്ട് ഇവിടെ എഴുതി. 1, 1, 2, 2, 2, 4, 4, 1, 5 നമ്മൾ എഴുതി. പിന്നെ ഇവിടെ ഇനി ഒന്നുമില്ല. ഇവിടെ 1 മാത്രമേ ഉള്ളൂ. 151. അതായത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 151.844. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. നമുക്ക് രണ്ടാമത് നമുക്ക് ചിലപ്പോൾ ചെറിയ കണക്കാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇതല്പം വലുതായിരുന്നു. ചെറിയ 2 കണക്ക് നോക്കാം. 25.2. ഓക്കെ. 25.2 പ്ലസ് 0.647. പോയിൻ്റ് നമ്മളിവിടെ എഴുതും. 647. ഓക്കെ. കൂട്ടുമ്പോൾ ഇവിടെ പ്ലസ് ഒക്കെ മാറ്റി ഇവിടെ പ്ലസ് ഇടാം. കൂട്ടുമ്പോൾ ഇവിടെ 7, ഇവിടെ 4, ഇവിടെ 6ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 8. ഡെസിമൽ ഇടുക. പിന്നെ ഇവിടെ 5, ഇവിടെ 2. 25.847 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇവിടെ നമുക്ക് 6.54. ഞാനിവിടെ എഴുതി 6.54. പിന്നെ എത്രയാണുള്ളത്? 11.476. പോയിൻ്റ് ഞാനിവിടെ എഴുതി. 11 എത്രയാണ്? 476. 476. ഇപ്പോൾ ഈ നമ്പർ എഴുതുമ്പോൾ തെറ്റിപ്പോരും. അപ്പോൾ ഇവിടെ 6 എഴുതാം. 7, 4, 11, 1. ഇവിടെ ശിഷ്ടം 1 വരും. 1, 5, 6. 6, 4, 10, 0. ശിഷ്ടം 1. ഇവിടെ 1 എഴുതാം. 1, 6, 7. 7, 1, 8. അതായത് 18.016 എന്ന് കിട്ടി. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതുകൂടി ഞാനൊന്ന് എഴുതാം. ആദ്യം 0.064. ഇവിടെ എഴുതാം 0.064. രണ്ടാമത്തേത് ഈ ഡെസിമൽ ഞാനിവിടെ ഇട്ടു. 001. 001. 1 പോയിൻ്റാണ്. 1 ഇവിടെ ഇട്ടു. അടുത്തത് 3 പോയിൻ്റ്. ഡെസിമൽ ഞാനിവിടെ ഇട്ടു. ഇത് 3 ആണ്. 3.040. 040. ഓക്കെ. ഇനി ഒരു നമ്പർ ഉണ്ട്. 2 ആണ്. അപ്പോൾ 2 ഞാൻ ഇവിടെ എഴുതി. 2 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ. ഇനി തമ്മിൽ കൂട്ടാനായിട്ട് പോവുകയാണ്. ഇവിടെ ഒന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഫില്ലാകാൻ വേണ്ടിയാണ്. ഓക്കെ. 4ഉം 1ഉം കൂടെ കൂട്ടിയാൽ 5 കിട്ടും. ഇവിടെ 6, ഇവിടെ 4. 6ഉം 4ഉം കൂടെ കൂട്ടിയാൽ 10 കിട്ടും. ശിഷ്ടം ഇവിടെ 1 വരും. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 1 എഴുതാം. ഓക്കെ. ഇവിടെ 1, 3, 4, 2, 6. അതായത് 6.105 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഡെസിമൽ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഡെസിമൽ കൃത്യമായിട്ട് ഇടുക. ഡെസിമൽ കഴിഞ്ഞുള്ള നമ്പരും ഡെസിമൽ മുമ്പുള്ള നമ്പറും എന്നുള്ളത് വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഡെസിമൽ കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം മുൻപിലും പിന്നെ അതുപോലെ പുറകിലുമുള്ള നമ്പറുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളിത് ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ദശാംശ സംഖ്യകൾ കൂട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ.